ഞാനിപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിലാണ്. ബുദ്ധ ടെമ്പിളാണ് നമ്മളീ കാണുന്നത്. ഇതിൻ്റെ പുറത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫ്ലോറിലെല്ലാം വിരിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. ഗ്രാനൈറ്റും ഒരു സൈഡിലായിട്ട് ഒരു വൈറ്റ് ബോർഡറും കൊടുത്തിരിക്കുന്നു. ഈ വൈറ്റ് ബോർഡർ കൊടുത്തിരിക്കുന്നത് മാർബിളാണ്. ഈ മാർബിളും ഗ്രാനൈറ്റും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. കാണാൻ അഴകാണ്, പല രീതിയിലുള്ള കളർ ഇട്ടുകൊണ്ട് മനോഹരമായ രീതിയിൽ അവർ ലേ ചെയ്തിരിക്കുന്നു. അതേസമയം ഈ മാർബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മാർബിളിൽ ചവിട്ടുമ്പോൾ എന്താണ് മനോജ്, തണുപ്പാണോ? ഒന്ന് ചവിട്ടി, തണുപ്പാണ്. ഗ്രാനൈറ്റിലൊന്ന് നോക്കിയാൽ ചൂടാണ്. ഇത് പഴുത്തിരിക്കുകയാണ് വെയിൽ കൊണ്ടിട്ട്. എന്നാൽ മാർബിൾ കൂളാണ്. ഇത് രണ്ടും ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന രണ്ട് സ്റ്റോണുകളാണ് തന്നെ. പക്ഷേ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞത് ഗ്രാനൈറ്റിന് ചൂടും മാർബിളിന് കൂളുമാണ്. അപ്പോൾ കൂളായിട്ടുള്ള പ്രതലത്തിൽ ഗ്രാനൈറ്റിനേക്കാളും ഉത്തമം മാർബിളാണ്. മാർബിളിലേക്ക് വെയിൽ വന്ന് വീണാലും അതിന് തണുപ്പാണ് അനുഭവിക്കുന്നത്. ആ തണുപ്പ് മാത്രമല്ല, അതിനെ അബ്സോർവ് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡും കൂടിയാണ്. എന്താണല്ലേ, രണ്ടും കിട്ടുന്നത് പ്രകൃതിയിൽ നിന്ന് തന്നെ. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യത്യസ്തമാണ്. അതൊന്ന് പരിചയപ്പെടുത്താനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.